അങ്ങനെ വിഷുവിൻ്റെ അന്ന് രാവിലെ ഞങ്ങളങ്ങ് ഇറങ്ങി. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 4 മണിയാകുമ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയത് 7 മണി കഴിഞ്ഞാണ്. അങ്ങനെ ഞങ്ങൾ സിയയും കുട്ടി അമ്മയും അമ്മമ്മയും അനിയനും അച്ഛനും കൂടി ഞങ്ങൾ വണ്ടിയെടുത്ത് നേരെ കാടും മലയും പൂക്കളും അതേപോലെ വണ്ടികളെല്ലാം കണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുന്നു. മൊണാസ്ട്രി. ഈ മൊണാസ്ട്രി അതാണ് ഗോൾഡൻ ടെമ്പിൾ, കുശാൽ നഗർ, കർണാടക. അങ്ങനെ ഞങ്ങൾ എൻട്രിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴെന്തോ പ്രത്യേക സമാധാനം. കുറേ നാളായിട്ടുള്ള എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. അപ്പോൾ ഇന്ന് അതെനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ ഈ ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ പ്ലേസ് എന്ന് പറയുന്നത് ഭയങ്കര കാമിങ് ആണ്. അതേപോലെ ഈ ഒരു ബിൽഡിങ്ങിനുള്ളിലാണ് ആ 3 പേര് ഇരിക്കുന്നത്, ആ 3 ബുദ്ധം. ഇവരെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല, അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കംപ്ലീറ്റ്ലി വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെയുള്ള ആൾക്കാരെ നോക്കണം, ക്യാമറ എടുക്കാൻ പറ്റുമോ എടുക്കാതിരിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിനെ പറ്റി ചെയ്യാൻ പറ്റില്ല. പിന്നെ വീഡിയോസും ഫോട്ടോസും എടുത്ത് എൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു, അതുപോലെ സിയുടെ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഞാനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളത് എല്ലാവരുടെയും ഓരോരോ പിക്കും എല്ലാത്തിനും പിക്ക് എടുത്തു. പിന്നെ ഇതാണ് പ്രേമ, ടിബറ്റിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ആളുടെ കൂടെ ഒരു ഫോട്ടോസ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നിസർഗവൻ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടെ എത്തിയിട്ട് അവിടെ ഫുള്ള് കുറേ മാൾസ് ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് ചെരുപ്പിൽ, ഇതെല്ലാം 100 രൂപയുടെ ചെരുപ്പാണ്. അടിപൊളി ചെരുപ്പുകളാട്ടോ, നല്ല ഫാൻസി ആൻഡ് എലഗൻ്റ് ആയ ലുക്കുള്ളതാണ്. കുറേ പാവകളുണ്ട്, ഇതൊക്കെ 100 രൂപയുടെ പാവകളാണ്. പക്ഷേ എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. പിന്നെ ഈ ഒരു മോതിരം എടുത്തു. ഈ മോതിരത്തിനൊക്കെ 10 രൂപ 20 രൂപ, കമ്മലൊക്കെ 5 എണ്ണത്തിന് 100 രൂപ, അങ്ങനെയൊക്കെ ആ റേറ്റിലൊക്കെയുള്ള സംഭവങ്ങളാണോ. അതെല്ലാം എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.